ആദ്യം അതാ, എന്നിട്ട് ആലോചിക്കാം എന്താ വേണ്ടേന്ന്. എന്നാ ആ സംശയം വേണ്ട ആന്റി. ഇത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാ, ഞങ്ങളുടെ അല്ല. ഇല്ല മോനെ, ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാനാവില്ല. സ്വന്തം മകനെ കുറിച്ച് ഞങ്ങൾക്കും ചില കണക്കൂട്ടലൊക്കെ ഉണ്ട്. എന്താ ഭാവന, ഇവളീ പറയുന്നതാണോ യാഥാർത്ഥ്യം? അത് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണോ വരാൻ പറഞ്ഞത്? എന്തിനും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഇരിക്കണം. വേണ്ട, കാര്യം പറഞ്ഞാ മതി. സുനിൽ ഒരിക്കലും മാനസയെ കൂടാതെ ഇവിടുന്ന് പോവാൻ തയ്യാറാവില്ല. അത് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. ഞങ്ങളൊക്കെ എത്ര ശ്രമിച്ചിട്ടും സുനിലിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനും പറ്റിയില്ല. ഇപ്പൊ ഇവര് തന്നെ ഒരു തീരുമാനം എടുത്തു, വിവാഹിതരാവാൻ. ഇല്ല, ഒരിക്കലും നടക്കില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിക്കൊണ്ട് നടക്കുന്ന എവിടെ എന്റെ മകനെ കെട്ടേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരാളുടെ കുഞ്ഞെന്നുള്ള വാക്കൊന്നും വേണ്ട. ഇത് എന്റെയും ഭാവനയുടെയാ. ഇവിടെ മാനസയുടെ പാതിവൃത്യത്തെ ചോദ്യം ചെയ്യണ്ട. പിന്നെ ഞങ്ങൾ എന്ത് വേണം? ഇവളെ ഇരു കൈ നീട്ടി സ്വീകരിക്കണോ? പറ്റില്ല.